അനുഗ്രഹത്തിൻ ആധിപതിയെ ആനന്ദ കൃപ പേരും നദിയെ അനുഗ്രഹത്തിൻ ആധിപതിയെ ആനന്ദ കൃപ പേരും നദിയെ അനുദിനം നിൻ പാദം ഗതിയെ അടിയാനു നിൻ കൃപമതിയെ അനുദിനം നിൻ പാദം ഗതിയെ അടിയാനു നിൻ കൃപമതിയെ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം വല്ലഭൻ നീ എന്നഭയം വന്നിടുമോ പിന്നെ ഭയം വല്ലഭൻ നീയോ എന്നഭയം വന്നിടുമോ പിന്നെ അനുഗ്രഹത്തിനാധിപതിയെ ആനന്ദ കൃപ പേരും നദി യേശുവേ അനുഗ്രഹത്തിൻ ആധിപതിയെ ആനന്ദ കൃപ പേരും നദിയെ അനുദിനം നിൻ പാദം ഗതിയെ അടിയാനു നിൻ കൃപമതിയെ അനുദിനം നിന്നോ പാദം ഗതിയെ അടിയാനു നിൻ കൃപമതിയെ തിരുക്കരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പാതറുകില്ല തിരുക്കരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പാതറുകില്ല മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ ഓ അനുഗ്രഹത്തിൻ ആധിപതിയെ ആനന്ദ കൃപ പേരും നദിയെ അനുഗ്രഹത്തിൻ ആധിപതിയെ ആനന്ദ കൃപ പേരും നദിയെ അനുദിനം നിൻ പാദം ഗതിയെ അടിയാനു നിൻ കൃപമതിയെ അനുദിനം നിൻ പാദം ഗതിയെ അടിയാനു നിൻ കൃപമതിയെ എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ
എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയ, അങ്ങേ ഇഷ്ടം എന്നിൽ ഓ എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാകണേ. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാകണേ. നിൻ ഹിതം ചെയ്തോനാം നിൻ സുതനെ പോലെ ഇന്നു ഞാൻ വരുന്നേ നിൻ ഹിതം ചെയ്യുവാൻ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായ. ദൈവമേ, ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട, അങ്ങേ ഇഷ്ടം, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്ന് ഞാനറിയുവാൻ. നന്മയും പൂർണ്ണ പ്രസാദവും ഉള്ള നിൻഹിതമെന്തെന്ന് ഞാനറിയുവാൻ. എൻ മാനം പുതുക്കി മാറിടുന്നു നിത്യം, നിന്യമാണെനിക്ക് ലോകലാവണ്യം. എൻ ദൈവമേ, എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ, Your will, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു. മോൻ പാടിയാട്ടെ. എൻ ദൈവമേ, എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമാ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഗുഡ് ഈവനിങ്, ഏവർക്കും മിറക്കിൾ നൈറ്റിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. എന്നാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ
വിശുദ്ധ ബൈബിളിലെ ആ, ആദ്യം മുതലുള്ള അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ വിശുദ്ധ ബൈബിൾ ഒരു അത്ഭുതങ്ങളുടെ പുസ്തകമാണ്. ഏദൻ തോട്ടം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ കാണാൻ കഴിയും. പ്രൈസ് ഗോഡ്. സോ നാം ഇപ്പോൾ പുറപ്പാട് പുസ്തകത്തിലൂടെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദ ഗോഡ്സ് മിറാക്കുലസ് പ്രൊവിഷൻ, ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരുതൽ നമുക്ക് വേണ്ടിയുള്ളത്. ഞാനത് പറയാൻ കാരണം, ഈ വിശ്വാസം നമ്മൾ വരുമ്പോൾ വിശ്വാസത്തിൽ വന്ന ഒരുപാട് ആളുകളെക്കുറിച്ച് അവർക്ക് പലപ്പോഴും ഒരു ടെൻഷനാണ്, വറിയാണ് എപ്പോഴും. എൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും, എനിക്ക് വേണ്ടി ആര് പ്രൊവൈഡ് ചെയ്യും എന്നൊക്കെയുള്ളതായ ഒത്തിരി ഭാരങ്ങൾ പലരെയും അലട്ടാറുണ്ട്. പ്രൈസ് ഗോഡ്. പലരുടെയും നമ്മൾ അവരുടെ ചിലപ്പോൾ സാക്ഷ്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഈ സാക്ഷ്യങ്ങൾക്കകത്തൊക്കെ ഒരുപക്ഷെ ഇല്ലായ്മകളുടെയും അവിശ്വാസങ്ങളുടെയൊക്കെ നമുക്ക് സാക്ഷ്യങ്ങൾ കേൾക്കാൻ കഴിയും. പക്ഷെ സാക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ, ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ. പ്രൈസ് ഗോഡ്. അതാണ് നമ്മുടെ സാക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ ഇസ്രായേൽ മക്കളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച കാര്യം, അവർ ചെങ്കടൽ അവരുടെ മുമ്പിൽ ഒരു വൈതരണിയായിരുന്നു. അവരത് കടന്നു. നമ്മളത് ചിന്തിച്ചായിരുന്നു. കാരണം 11 ദിവസം കൊണ്ട് അവർക്ക് കനാനിലെത്താമായിരുന്നു. പക്ഷേ ദൈവം അവരെ അതിലെ വിട്ടില്ല. ദൈവം ചെങ്കടലിലൂടെ അവരെ കറക്കി വിട്ടു. അപ്പോൾ അവിടെ ആ ചെങ്കടൽ മേഘം, അപ്പോൾ ആ ചെങ്കടലും മേഘവും വിശുദ്ധ ബൈബിൾ പറയുന്ന ആ ഒരു സ്നാനത്തിൻ്റെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണത്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ചിന്തിച്ചത്, ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് പ്രവേശിച്ച ജനം. മരുഭൂമി എന്ന് പറയുന്നത് സഭയുടെ ഒരു പ്രതിനിധാനമാണ്. മരുഭൂമി സഭയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മരുഭൂ യാത്ര, മരുഭൂ പ്രയാണം എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ചേർച്ച്, അതായത് പുതിയ നിയമത്തിലെ സഭയുടെ ഒരു ഷാഡോ ആണ്, അല്ലെങ്കിൽ ഒരു നിഴലാണ് ഈ മരുഭൂ എന്ന് പറയുന്നത്, മരുഭൂമി. നമുക്കറിയാം, മിക്കവാറും നമ്മളുടെ പല പാട്ടുപുസ്തകങ്ങളുടെയും പേര് മരുഭൂ പ്രയാണ ഗീതങ്ങളെന്നാണ്. അതിൽ മരുഭൂ പ്രയാണത്തിൽ, അല്ലെങ്കിൽ ഞാൻ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ, കനാനിലേക്കുള്ള യാത്ര ഞാൻ ചെയ്യുമ്പോൾ ആ യാത്രയിൽ ഞാൻ പാടുന്ന ഗീതങ്ങളാണ് എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ മരുഭൂ പ്രയാണം അല്ലെങ്കിൽ ഈ മരുഭൂമി യാത്ര എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലുള്ള ദൈവസഭയുടെ ഒരു റെപ്രസെൻറ്റേഷനാണ്, ഒരു ഷാഡോ ആണ്. കനാൻ എന്ന് പറയുന്ന ആ വാഗ്ദത്ത ദേശം നമ്മൾ എത്തുവാൻ വാഞ്ചിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ നിത്യതയാണ്, ഇറ്റേണൽ ലൈഫ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇസ്രായേൽ മക്കളുടെ വാഗ്ദത്തം എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള ഒരു താൽക്കാലികമായ ഒരു സംഗതിയായിരുന്നു. പക്ഷേ ദൈവമക്കളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ വിശുദ്ധന്മാരെ സംബന്ധിച്ച് നമ്മളിപ്പോൾ മരുഭൂ പ്രയാണത്തിലാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബോൺ അഗെയിനായി ദൈവവചനപ്രകാരം നമ്മൾ ഇന്ന് ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവസഭയിലായിരിക്കുന്ന ദൈവജനം മരുഭൂ പ്രയാണത്തിലാണ്. നമുക്കൊരു വാഗ്ദത്ത ദേശമുണ്ട്. പ്രൈസ് ഗോഡ്. നമ്മൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ പലപ്പോഴും ഈ മരുഭൂ പ്രയാണത്തിൽ നമ്മളായിരിക്കുമ്പോൾ, ഈ മരുഭൂ പ്രയാണം നമുക്കറിയാം, അല്ലെങ്കിൽ ഈ മരുഭൂമിയിലെ യാത്ര, പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾക്കുണ്ടായ പല പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിലുണ്ടാകും. എന്തുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവർ ഈ മരുഭൂ യാത്രയിൽ ഇവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്, അവർക്ക് വെള്ളമില്ലായിരുന്നു, പിന്നെ കിട്ടിയ വെള്ളം കയ്പായിരുന്നു. അപ്പോഴത്തേക്ക് ആളുകൾ, ഇതിനകത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഭാഗമൊക്കെ വായിച്ചിനെ ധ്യാനിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വാസത്തിൽ വന്നതിന് ശേഷം നമുക്കുണ്ടാകുന്ന ഇതുപോലെയുള്ള ചില പ്രത്യേക പരിശോധനകൾ, ചില പരീക്ഷകളൊക്കെ എന്തുകൊണ്ടാണ് ദൈവം ഇത് അനുവദിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കുവാനിടയായി തീർന്നു. നമുക്കതിന് വലിയ വ്യക്തമായ മറുപടി ബൈബിളിനകത്തുണ്ട്. പക്ഷേ ആ ഒരു കയ്പേറിയ വെള്ളത്തെ ദൈവം തന്നെ മധുരമാക്കി കൊടുത്തു. നമ്മളത് ചിന്തിച്ചു. അത് മധുരമാക്കാൻ വേണ്ടി, കാരണം ജനം കയ്പുണ്ടായപ്പോൾ ജനങ്ങളെല്ലാം കൂടെ പിറുപിറുത്തു. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു പ്രതികൂലമുണ്ടാകുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നമുക്ക് യു ക്യാൻ മേമർ, നിങ്ങൾക്ക് പിറുപിറുക്കാം. 2, യു ക്യാൻ പ്രേ. പ്രൈസ് ഗോഡ്. അപ്പോൾ നമുക്കൊരു സ്പിരിച്വൽ സ്റ്റാമിന ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ആത്മീകമായ ഒരു ശക്തിയുള്ള വ്യക്തിയാണെങ്കിൽ, ഇങ്ങനൊരു പ്രശ്നം കാണുമ്പോൾ ഈ പ്രശ്നത്തെ
അതിജീവിക്കുവാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഇതിനെ ഓവർകം ചെയ്യുവാൻ എനിക്ക് ശക്തി നൽകുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ആ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ആ ദൈവം എൻ്റെ വലങ്കരത്തിൽ പിടിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ 73-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്കറിയാം, ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു വിഷയം അത്. 73 സങ്കീർത്തനം വായിക്കുമ്പോൾ ആസാഫിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇങ്ങനെ ഇതുപോലുള്ളതായ ചിന്തകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ അദ്ദേഹം പിറുപിറുത്തൊന്നുമില്ല. പക്ഷേ തൻ്റെ മനസ്സിൽ കൂടെ ഈ ചിന്തകളൊക്കെ പോയി. പക്ഷേ ഒടുവിൽ അദ്ദേഹം ദൈവസന്നിധിയിൽ പോയിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്തപ്പം നമ്മളവിടെ കാണുന്നത്, അദ്ദേഹം പറയുകയാണ്, ദൈവം എൻ്റെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പം ഇന്ന് ഒരുപക്ഷെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, എന്തുകൊണ്ടാണ് കർത്താവേ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട്, ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്ത ആളല്ലല്ലോ, ഞാൻ ഇന്ന ആളുകൾക്ക് ചെയ്യുന്ന പോലെ ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്തിട്ടില്ല, ഒരു ദൈവദാസന്മാർക്ക് ദോഷം ചെയ്തിട്ടില്ല, ദൈവമക്കൾക്ക് ദോഷം ചെയ്തിട്ടില്ല, ഞാൻ ആർക്കും ദോഷം ചെയ്യാതെ നേരെ ചൊവ്വേ പോകുന്ന ഒരാളാണ്, ഞാൻ നേരെ പോകുന്നുള്ള ഒരാളാണ്. പക്ഷേ എനിക്കെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര് ഞങ്ങളെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഇസ്രായേൽ മക്കളെല്ലാവരും മോശക്കാരായതുകൊണ്ടൊന്നുമല്ല ദൈവം ഇങ്ങനെ ചില പരീക്ഷകൾ അവർക്ക് അനുവദിച്ചത്. ആ കൈപ്പേറിയ വെള്ളത്തിന് മുമ്പിൽ അവർ പ്രശ്നം ഉണ്ടാക്കി. അവർ മോശയെ തല്ലാൻ നോക്കി, മോശയ്ക്കെതിരെ വെറുപെറുത്തു, ദൈവത്തിനെതിരെ വെറുപെറുത്തു, എല്ലാം പ്രശ്നം ഉണ്ടാക്കി. പക്ഷേ ആ വെള്ളം ദൈവം മധുരമാക്കി കൊടുത്തു. അവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ അവർ മറ്റൊരു സ്ഥലത്തെത്തി. അവിടെ 12 നീരുറവ്, 70 ഈന്തപ്പന. അപ്പോൾ ആ 12 നീരുറവും 70 ഈന്തപ്പനയും ലഭിക്കുന്ന ആ ഒരു വലിയ നന്മയിലേക്ക് പോകുന്നതിന് മുമ്പുണ്ടായ ഒരു ചെറിയ പരിശോധനയായിരുന്നു ഈ കൈപ്പേറിയ വെള്ളം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ കൈപ്പേറിയ ഒരു ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളെപ്പോഴും ഓർത്തോണം, എനിക്ക് വരാൻ പോകുന്ന ശ്രേഷ്ഠകരമായ 12 നീരുറവകളുടെയും 70 ഈന്തപ്പനയും ലഭിക്കുന്നതിന് മുൻപുള്ളതായ ഒരു പരിശോധനയാണ് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ ഒരിക്കലും പിറുപിറുക്കത്തില്ല. ആ സമയത്ത് നമുക്ക് വന്ന പ്രശ്നം, അല്ലെങ്കിൽ നമ്മളൊരു പ്രശ്നം ഫേസ് ചെയ്യുമ്പോഴും വി വിൽ ജസ്റ്റ് പ്രൈസ് ദി ലോർഡ്. ലോർഡ്, താങ്ക് യു ഫോർ ദിസ് ടൈം, താങ്ക് യു ഫോർ ദിസ് ഒക്കേഷൻ. ഈ ഒരു എൻ്റെ ലൈഫിൽ വന്ന ഈ ഒരു പ്രത്യേക വിഷയത്തിനായിട്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അത് നന്മയ്ക്ക് മാത്രമല്ല, നമ്മുടെ ലൈഫിൽ ഒരു പ്രയാസം കാണുമ്പോഴും ആ പ്രയാസത്തിനും ദൈവത്തിന് നന്ദി പറയണം. കാരണം എന്താ? കാരണം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം നമ്മുടെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്, നമ്മൾ അതിൻ്റെ അടുത്ത ലെവലിലേക്ക് പോവുകയാണ്. നമുക്ക് സങ്കീർത്തനം 107:4-5, സാംസ് 107 വേഴ്സ് 4 and 5 വായിക്കാം. അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു, പാർപ്പാൻ ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല. അവർ വിശന്നും ദാഹിച്ചും ഇരുന്നു, അവരുടെ പ്രാണൻ അവരുടെ ഉള്ളിൽ തളർന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, നമ്മൾ ആദ്യം ദാഹം കണ്ടു, ദാഹം കഴിഞ്ഞു, നല്ല വെള്ളമൊക്കെ കിട്ടി, ഒക്കെ പോയി. പിന്നെ അവർക്ക് വിശപ്പായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്കറിയാം, ദാഹം, വിശപ്പ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ പ്രാഥമികമായ വളരെ ബേസിക്കായ നീഡുകളാണ്. അതൊക്കെ ശ്വാസം, വെള്ളം, ആഹാരം, ഇതൊക്കെ ബേസിക് നീഡ്സാണ്. അപ്പോൾ അത് നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ അതിനോടുള്ള നമ്മളുടെ പ്രതികരണം എങ്ങനെയാണ്? ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ചില പ്രാഥമിക ആവശ്യങ്ങൾ ചിലപ്പോൾ നിരാകരിക്കപ്പെടുകയോ നിഷേധിക്കപ്പെടുകയോ ഒക്കെ ചെയ്ത വ്യക്തികളായിരിക്കാം. പ്രൈസ് ഗോഡ്. കർത്താവ്, ഇത്രയും സമയമായിട്ടും എൻ്റെ ലൈഫിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന, ഞാൻ നാളുകളായി പ്രാർത്ഥിച്ച, ഞാൻ ഒത്തിരി ഉപവസിച്ച ആ പ്രത്യേക വിഷയത്തിൽ എനിക്കിപ്പോഴൊരു മറുപടി ആയിട്ടില്ലല്ലോ കർത്താവേ എന്ന് ഭാരപ്പെട്ട് ഇരിക്കുന്ന പല ആളുകൾ ഒരുപക്ഷെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയില്ലെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. എൻ്റെ കാര്യത്തിൽ കർത്താൻ ഒരു ഗൗരവമില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കെന്തോ ശാപമുണ്ട്, അല്ലെങ്കിൽ എനിക്കെന്തോ പ്രശ്നമാണ്, അല്ലെങ്കിൽ എൻ്റെ നന്മകൾ എവിടേക്കോ തടയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. തടയപ്പെടുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ എന്തെങ്കിലും റീസൺ കൊണ്ട് തടയപ്പെടുന്ന നമ്മളതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുക, നമ്മളതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. നമ്മളത് ദൈവത്തിൽ ചിന്തിച്ച് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ നന്മ തടയത്തക്ക തരത്തിൽ നമ്മളിൽ എന്തെങ്കിലും അങ്ങനെ പ്രയാസങ്ങളുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് കൺഫസ് ചെയ്യുകയും നമ്മളതിന് ക്രമീകരണം വരുത്തുകയും വേണം. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്നാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയാണ്. നമ്മൾ ദൈവത്തോടും ദൈവസഭയോടും നമ്മൾ ആക്റ്റീവാണ്, നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവവചനം വായിക്കുന്നുണ്ട്, ദൈവമായിട്ട് നമ്മൾ നല്ല ബന്ധത്തിൽ പോവുകയാണ്. അങ്ങനെ ഇതെല്ലാം വളരെ പോസിറ്റീവായിട്ട് പോകുമ്പോഴും നമ്മുടെ ചില വ്യക്തിപരമായ കാര്യങ്ങൾ, നമുക്ക് വളരെ വളരെ ഇമ്മീഡിയറ്റായിട്ട് നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കാതിരിക്കുക, നിരാകരിക്കപ്പെടുക, നിഷേധിക്കപ്പെടുക എന്നൊക്കെ വരുമ്പോൾ നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകും. പ്രൈസ് ഗോഡ്. അപ്പം നമുക്ക് വേറെ ഭാഗം നോക്കാം. നമുക്ക് ഡ്യൂട്രോണമി, എക്സോഡസ് 16:1-3 വരെ വായിക്കാം.
അവർ എലീമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. Yeah. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട 2-ാം മാസം 15-ാം തീയതി അവരുടെ സംഘമൊക്കെയും എലീമിലും സീനായ്ക്കും മധ്യേയുള്ള സീൻ മരുഭൂമിയിൽ വന്നു. ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെയും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. ഇസ്രായേൽ മക്കൾ അവരോട്, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കിലിരിക്കുകയും തൃപ്തിയാകുമണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിസ്രയീം ദേശത്ത് വെച്ച് യഹോവയുടെ കയ്യാൽ മരിച്ചിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. നിങ്ങൾ ഈ സംഘത്തെ മുഴുവനും പട്ടിണിയിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. Praise the Lord. കഴിഞ്ഞോ? ഒന്നുവരെ അവിടെ നമ്മൾ കാണുന്നത് എലീമിൽ അവർക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു? അവർക്ക് നീരുറവുണ്ടായിരുന്നു, ഈന്തപ്പന ഉണ്ടായിരുന്നു. ഇതെല്ലാം കുടിച്ചും കഴിച്ചുമൊക്കെ ഇവർ വരിക. ഇവരിങ്ങോട്ട് വന്നപ്പോൾ വീണ്ടും ഇവർ പറയുന്നതാണ്, ഞങ്ങളെ വിശന്ന് കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നേക്കുവാണോ? ഞങ്ങൾ മിസ്രൈമിൽ ഇറച്ചിക്കലങ്ങളുടെ അരികെത്തിരുന്ന തിന്നെന്നൊന്നും പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ഇവരെ കുക്കുകളായിട്ട് നിന്നപ്പോൾ അവിടെ കുക്കായിട്ട് വല്ലതും വർക്ക് ചെയ്തായിരിക്കും, നമുക്കറിയത്തില്ല. അപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾക്ക് അവിടെ പ്രശ്നമൊന്നുമില്ലായിരുന്നു, ഞങ്ങളെ എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവന്നത്, ഞങ്ങൾ എന്തിനിതിനകത്ത് കൊണ്ടുവന്നു, ഞങ്ങളുടെ ആ പഴയ മാർഗമല്ലായിരുന്നു ഞങ്ങൾക്ക് നല്ലത്, ഞങ്ങൾ നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ഇതിനകത്ത് കൊണ്ടുവന്നത് എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് നടക്കാതിരിക്കുമ്പോൾ ഈ ഇസ്രായേൽ മക്കൾ പ്രതികരിച്ചതുപോലെയാണ് നിങ്ങൾ പ്രതികരിക്കുന്നതെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നാം മനസ്സിലാക്കേണ്ടത് അവർ മോശയോടാണ് പിറുപിറുത്തത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ മോശ അല്ല ഇവരെ കൊണ്ടുവന്നേക്കുന്നത്. മിസ്രൈമിലായിരുന്ന ഈ ജനത്തെ കൊണ്ടുവന്നത് മോശയല്ല, അത് ഇറ്റ് വാസ് ഗോഡ്സ് പ്ലാൻ. പ്രൈസ് ഗോഡ്. അത് ദൈവത്തിൻ്റെ പദ്ധതി. കാരണം ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു വലിയ രാജ്യത്തെ ഉണ്ടാക്കാൻ വേണ്ടി ദൈവം അവരെ കൊണ്ടുവരിക. മോശ അവരെ നയിക്കാൻ വേണ്ടി ഫ്രണ്ടിലെ പുള്ളി ആ വടിയും പിടിച്ച് നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഗോഡ്സ് പ്ലാനാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തുള്ള കാര്യമാണ് വെള്ളം കിട്ടാത്ത ഒരു ചെറിയ ടൈം, കിട്ടിയ വെള്ളം കയ്പായ ഒരു സമയം, പിന്നെ അത് മധുരമാക്കുന്ന ഒരു സമയം, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ 12 നീരുറവ്, 70 ഈന്തപ്പന, അവിടെ ഒരു വലിയ പ്രോസ്പെറിറ്റി നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും വിശപ്പായി, വീണ്ടും പ്രശ്നം, വീണ്ടും കഴിക്കാനൊന്നുമില്ല, വീണ്ടും കുടിക്കാനൊന്നുമില്ല, വീണ്ടും പ്രശ്നമായി, വീണ്ടും എന്ത് ചെയ്യുക, ഈ ജനം പിന്നെ പിറുപിറുക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ അത്ഭുതങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം കാര്യം ദൈവം ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ ഇല്ലായ്മയോ ഒരു ചെറിയ പ്രശ്നമോ ഒരു ചെറിയ പ്രതികൂലമോ കാണുമ്പോൾ വീണ്ടും നമ്മൾ ദൈവത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മുടെ മേൽ ദൈവമാക്കിയ ദൈവദാസന്മാരോടോ നമ്മുടെ കൂടെ ദൈവമക്കളോടോ ഒക്കെ ഇങ്ങനെ പിറുപിറുക്കുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമകളാണ് നാമെങ്കിൽ ഇസ്രായേൽ മക്കൾ നമ്മളോട്ട് ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ദൈവമക്കളെ, ഈ ഇസ്രായേൽ മക്കളുടെ പോലെ നമ്മുടെ ജീവിതത്തിലെ ഇവർക്കിപ്പോൾ കഴിക്കാനൊന്നുമില്ല. അപ്പോൾ ആ ഒരു പ്രത്യേക പ്രശ്നത്തിൽ ഇവരെത്തിച്ചേർന്നിരിക്കുക. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ചെയ്തത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചൊരു വാക്യമാണ് ഡ്യൂട്രോണമി. നമുക്ക് 8:2-3 വായിക്കാം. ആവർത്തന പുസ്തകം 8:2-3. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലിരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കും. ആര്? ദൈവം. അങ്ങനെ തന്നെ അവിടെ എഴുതിയിരിക്കുന്നത്. ഒന്നുകൂടെ വായിച്ച ആ ഭാഗം. അവൻ നിന്നെ താഴ്ത്തുകയും അവൻ ദൈവത്തിന്റെ ഒരു ഇതാ, അവൻ നിന്നെ താഴ്ത്തുകയും, പഴയ മലയാളം അവനെന്ന്, അല്ലെങ്കിൽ അവിടുന്ന് നമുക്ക് ബഹം തുടങ്ങും. അവിടുന്ന് നിന്നെ താഴ്ത്തുകയും, അവിടുന്ന്. ഇറ്റ് വാസ് നോട്ട് മോസസ്, ഇറ്റ് വാസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതൽ, എൻ്റെ ജീവിതത്തിൽ നീ ഇന്ന് കാണുന്ന ചില താഴ്ചകൾ, നീ കാണുന്ന ചില വിശപ്പുകൾ, നീ കാണുന്ന ചില ദാഹങ്ങൾ, നീ കാണുന്ന ചില ഇല്ലായ്മകൾ, പ്രൈസ് ദി ലോർഡ്, അത് ദൈവം അനുവദിച്ചതാണ് എന്ന് തിരിച്ചറിയുവാൻ നിനക്ക് കഴിഞ്ഞാൽ, നീ ദൈവദാസന്മാർക്കെതിരായിട്ടോ അല്ലെങ്കിൽ നീ ഈ വിശ്വാസത്തിൽ വന്നു പോയല്ലോ എന്നൊരു എന്തു പറയുന്നത്, ഒരു സ്വയാനുകമ്പ, സെൽഫ് പിറ്റി നമുക്കുണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടുന്ന് നിന്നെ താഴ്ത്തുകയും, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന, കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നുവെന്നും എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ അവിടുന്ന് നിന്നെ താഴ്ത്തി. എന്തിനാ? ടു ടെസ്റ്റ് യു. കാരണം ഈ ലോകത്തിലെ അപ്പമോ ഈ ലോകത്തിലെ വെള്ളമോ അതിനപ്പുറം
എനിക്ക് നിന്നെ അത്ഭുതകരമായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്താ പഠിപ്പിക്കുന്നത്? ഈവൻ among all the situation, ഈ ഒരു പ്രതികൂലങ്ങളെല്ലാം നടുവിലും I am able to provide blessings, food and shelter in a miraculous way. അത്ഭുതകരമായ വഴിയിലൂടെ എനിക്കത് ചെയ്യാൻ പറ്റും എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? അപ്പോൾ ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഈ രാത്രിക്കാലം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു പ്രശ്നം വന്നത്, ഈ ഒരു വിശപ്പിന് അനുഭവം വന്നത്, ഈ ഒരു ദാഹം വന്നത്, ഈ ഒരു ഇല്ലായ്മ വന്നത്, ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങൾ ആ പ്രതീക്ഷിച്ച സമയത്ത് നടക്കാതിരുന്നത്, പ്രതീക്ഷിച്ചതിന് വിപരീതമായ കാര്യങ്ങൾ സംഭവിച്ചത് എന്തിനാ? പ്രൈസ് ഗോഡ്. കാരണം നിനക്ക് അത്ഭുതകരമായി നീ ചിന്തിക്കാത്ത വഴിയിലൂടെ നിനക്ക് മിറാക്കുലസ്ലി നിന്നെ പ്രൊവൈഡ് ചെയ്യുവാൻ കഴിയുമെന്ന് എൻ്റെ അത്ഭുത ശക്തി, എൻ്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു. പ്രൈസ്, നമ്മൾ പാടുമല്ലോ, എൻ്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു എന്നും നടത്തിടും ധരയിൽ. അപ്പോൾ നീ ഒന്നുമില്ലാത്തത് കാണുമ്പോൾ, അബ്രാഹാമിൻ്റെ ജീവിതം അതായിരുന്നല്ലോ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ഒരു ദൈവത്തിൽ അവൻ വിശ്വസിച്ചു. ഇന്ന് കേട്ടുകൊണ്ടിരുന്ന ഓരോ മനുഷ്യരും, ഓരോ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ മുമ്പിൽ ഇല്ലായ്മകളെ, ആ ഇല്ലായ്മയിൽ നിന്നും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന നിൻ്റെ ജീവിതത്തിൽ എന്താണോ ആബ്സെൻ്റ് ആയിരിക്കുന്നത്, എന്താണോ ഇല്ലാത്തതായിരിക്കുന്നത്, ആ ഇല്ലാത്ത നിനക്ക് ആവശ്യമുള്ള ആ കാര്യങ്ങളെ ഇല്ലായ്മയിൽ നിന്നും ഉളവാക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെ നീ ഗ്രഹിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. നീ ഗ്രഹിക്കണം, അത് എനിക്കിത് ചെയ്യാൻ പറ്റും. കർത്താവിൻ്റെ സർവ്വശക്തിയിൽ കർത്താവിൻ്റെ ആ മിറാക്കുലസ് പ്രൊവിഷൻ നീ മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ചില ആ ഇല്ലായ്മ വന്നപ്പോൾ ദൈവസഭയ്ക്കെതിരായിട്ടും ബൈബിളിനെതിരായിട്ടും ദൈവത്തിനെതിരായിട്ടൊക്കെ പുറുപുറുക്കാനല്ല ദൈവമക്കളെ നമ്മൾ വിളിച്ചത്. ഹല്ലേലൂയ. സോ നമുക്ക് അടുത്ത വാക്യം വായിക്കാം. അതിൻ്റെ 16 എക്സോഡസ് 16 11 മുതൽ 15 വരെ നമുക്ക് വായിക്കാം. യഹോവ മോശയോട്, ഇസ്രായേൽ മക്കളുടെ പിറുപിറുപ്പ് ഞാൻ കേട്ടിരിക്കുന്നു. നീ അവരോട് സംസാരിച്ച്, നിങ്ങൾ വൈകുന്നേരത്ത് മാംസം തിന്നും, പ്രഭാതകാലത്ത് അപ്പം കൊണ്ട് തൃപ്തരാകും. അവിടെ കർത്താവ് പറയുകയാണ്, അടുത്ത പിന്നെ വായിക്കാം. അവിടെ കർത്താവ് പറയുകയാണ്, എന്താണ്? ഞാൻ നിന്റെ ജനത്തിൻ്റെ പിറുപിറുപ്പ് ഞാൻ കേട്ടിരിക്കുന്നു. കാരണം ഈ ഒരു പ്രതികൂലം വന്നത്, ഈ ഒരു പ്രതികൂലം ഞാൻ അനുവദിച്ചു തന്നത്, നിന്നെ ഞാൻ താഴ്ത്തി പരീക്ഷിച്ചത് നിൻ്റെ ഹൃദയത്തിനകത്തിരിക്കുന്നത് എന്താണ് എന്ന് അറിയുവാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആസാവിൻ്റെ 73 സംഘത്തിന് വായിക്കുമ്പോൾ അവിടെ ആസാവ് പറയുന്നത് വളരെ ഒരു നല്ല കാര്യമുണ്ട്. ഞാൻ ഇങ്ങനെ പറയുവാൻ വിചാരിച്ചിരുന്നെങ്കിൽ എൻ്റെ തലമുറയുടെ ദ്രോഹം ചെയ്യുമായിരുന്നു എന്ന് വെച്ചാൽ അവിടെ ആസാവ് അതെല്ലാം ചിന്തിച്ചതേ ഉള്ളൂ. ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും, അത് നമ്മുടെ കുറ്റമല്ല. പക്ഷെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചാലും ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും. മനസ്സ് നമ്മുടെ കൺട്രോളിലല്ല പലപ്പോഴും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ ചിന്തകൾ, ദൈവഹിതമല്ലാത്ത ചിന്തകൾ, അത് വായിലൂടെ അത് വന്നില്ല എന്ന് ആസാ പറയുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. താഴ്ത്ത് വായിക്കാം. നീ അവരോട് സംസാരിച്ചു, നിങ്ങൾ വൈകുന്നേരത്ത് മാംസം തിന്നും, പ്രഭാതകാലത്ത് അപ്പം കൊണ്ട് തൃപ്തരാകും. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് പറക എന്ന് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്നതാണ്, നിങ്ങൾ വൈകുന്നേരത്ത് ഇറച്ചി തിന്നും, രാവിലെ അപ്പം തിന്നും, ഞാൻ നിങ്ങളുടെ ദൈവമെന്ന് യഹോവയാകുന്നു നിങ്ങൾ അറിയും. ദൈവം നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ അറിയും. അപ്പം ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഇല്ലായ്മകൾ, ചില കാര്യങ്ങൾ താമസിച്ചു പോയത്, ചില കാര്യങ്ങൾ പ്രതീക്ഷ പോലെ നടക്കാതിരുന്നൊക്കെ, അയ്യോ എൻ്റെ കാര്യം ഒന്നും കർത്താവിനൊരു ശ്രദ്ധയുമില്ല, അതിനല്ല കാര്യം. നിൻ്റെ ഇല്ലായ്മയിൽ എൻ്റെ ഉണ്മകൾ, അല്ലെങ്കിൽ എനിക്കത് ചെയ്യുവാൻ കഴിയുമെന്ന് എൻ്റെ ശക്തി നിന്നെ ഒന്ന് കാണിച്ച്, എൻ്റെ മഹത്വം നിന്നിലൊന്ന് വെളിപ്പെടുത്താൻ വേണ്ടി ആ കുഞ്ഞെ ഞാൻ ആ ഒരു അവസരം ഒരുക്കിയത്. ആ അവസരത്തിൽ നീ പെറുപെറുക്കാനുള്ളവനല്ല, ഉള്ളവളല്ല. ആ ഒരു പ്രതികൂലം വന്നപ്പോൾ, ആ ഒരു പ്രയാസം വന്നപ്പോൾ, ആ ഒരു ശൂന്യത വന്നപ്പോൾ, വാട്ട് ഗോഡ് എക്സ്പെക്ട്സ് ഫ്രം യു, ദൈവം എന്താ പ്രതീക്ഷിക്കുന്നത്? ഈവൻ ആ പ്രതികൂലത്തിലും ആ ശൂന്യതയിലും ആ ഇല്ലായ്മയിലും, പ്രൈസ് ഗോഡ്, യു ഹാവ് ടു പ്രൈസ് ഗോഡ്. ആ ഒരു അനുഭവത്തിന് വേണ്ടി, കർത്താവെ എൻ്റെ ഇല്ലായ്മകൾക്കായി ഞാൻ ദൈവമേ അങ്ങേക്ക് സ്തുതിക്കുന്ന കർത്താവെ, എൻ്റെ അനാരോഗ്യത്തിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവെ, ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന ഈ പ്രതികൂല അവസ്ഥയ്ക്കായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവ് എന്ന് പറയുമ്പോൾ പിശാച് നാണിച്ച് തല താഴ്ത്തും. അവിടെ ദൈവത്തിൻ്റെ പ്രൊവിഷൻ നിനക്ക് വേണ്ടി ഒരുക്കപ്പെടും. വായിച്ചതായിട്ട്. വൈകുന്നേരം കാടകൾ വന്ന് പാളയത്തെ മൂടി,
പ്രഭാതകാലത്ത് പാളയത്തിൻ്റെ ചുറ്റും മഞ്ഞ് വീണുകിടന്ന മഞ്ഞ് മാറിയ ശേഷം മരുഭൂമിയിൽ എല്ലായിടവും ചെതുമ്പലിൻ്റെ മാതിരിയിൽ ഒരു നേരിയ വസ്തു ഉറച്ച മഞ്ഞുപോലെ നിലത്ത് കിടക്കുന്നത് കണ്ടു. ഇസ്രായേൽ മക്കൾ അത് കണ്ടാറെ എന്തെന്നറിയാകിയാൽ ഇതെന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. മോശെ അവരോട്, യഹോവ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ തന്നിരിക്കുന്ന ആഹാരമാകുന്നു. ഓരോരുത്തരെ ഭക്ഷിക്കുന്നിടത്തോളം പെറുക്കിക്കൊള്ളുവിൻ. താൻ്റെ കൂടാരത്തിലുള്ളവരുടെ എണ്ണത്തിനൊത്തവണ്ണം ആളൊന്നിന് ഇടങ്ങഴി വീതം എടുത്തുകൊള്ളണം എന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മതി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നോക്കൂ, ഇന്ന് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ഇറച്ചിയാണ് കാടപ്പക്ഷി എന്ന് പറയുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ ഇറച്ചിയാണ്, ഏറ്റവും ഗുണമുള്ള ഇറച്ചിയാണ്. ഇവർ പെറുപെറുക്കുമ്പം ദൈവത്തിന് സങ്കടമാണ്. പക്ഷേ ഇവർ പെറുപെറുത്തെങ്കിലും ദൈവം അവർക്ക് പ്രൊവൈഡ് ചെയ്തു. പ്രൈസ് ഗോഡ്. പക്ഷേ എന്താ പറ്റിയത്? ദൈവവുമായുള്ള ആ ഒരു നല്ല ബന്ധത്തിൽ അവർക്ക് പോകാൻ കഴിഞ്ഞില്ല. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കേ, ഈ ഏകദേശം വരുന്ന നമുക്കറിയാം 20 ദിവസം മുകളിലുള്ള 6 ലക്ഷം പുരുഷന്മാരുണ്ട്. 6 ലക്ഷം സ്ത്രീകളും കാണുന്നൊക്കെ 12 ലക്ഷമായി. പിന്നെ ഒരു 2 പിള്ളേർ വെച്ചാണെങ്കിലും 12 ലക്ഷം. ഒരു 10-24 ലക്ഷം എങ്കിലും, അല്ലെങ്കിൽ ആളുകൾ പറയുന്നത് പല കണക്ക് പറയുന്നുണ്ട്. 65 ലക്ഷമെന്നും 40 ലക്ഷമെന്നും ഒക്കെ പറയുന്നത്. എനിവ എന്തായാലും ഒരു 10-25 ലക്ഷം ജനമെങ്കിലും എന്തായാലും ഉണ്ട്. ചിന്തിച്ചു നോക്കേ, 25 ലക്ഷം ജനമെന്ന് ചിന്തിച്ചോ. 25 ലക്ഷം ജനത്തിന് എല്ലാ ദിവസവും രാവിലെ ഒരാൾക്ക് ഒരിടങ്ങഴി എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നൊരു 1/2 കിലോയെങ്കിലും കാണുമെന്ന് എനിക്ക് തോന്നുന്നു, കുറഞ്ഞത്. അല്ല, ഒരു 3/4 കിലോയെങ്കിലും കാണും. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഒരിടങ്ങഴി വെച്ച് 25 ലക്ഷം ജനത്തിന് 25 ലക്ഷം ഇടങ്ങഴി എന്ന് പറയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ മക്കളെ? 10 പേരോ 20 പേരോ 50 പേരോ 100 പേരല്ല, 25 ലക്ഷം ജനത്തിന് ഒരാൾക്ക് ഒരിടങ്ങഴി വെച്ച് ഇത് വീണ് കിടന്നു എന്ന് പറയുമ്പോൾ എനിക്കത് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റുന്നില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ കൊച്ചി പട്ടണത്തിൽ 25 ലക്ഷം ജനം ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് റോഡിലോട്ട് ഇറങ്ങിയാൽ നമുക്ക് നിൽക്കാൻ വയ്യ, അതുപോലെ തിരക്ക്. അപ്പോൾ ഈ 25 ലക്ഷം ജനം ഒരുമിച്ച് നിൽക്കുക, പലയിടത്തായിട്ട് ചിതറിയിക്കുമല്ലോ. ഒരുമിച്ച് നിൽക്കുന്ന ജനത്തിന് 25 ലക്ഷം ഇടങ്ങഴി മന്ന കൊടുത്തു എന്ന് പറയുമ്പോൾ, ക്യാൻ യു ഇമാജിൻ? പ്രൈസ് ദി ലോർഡ്. ഈ ദൈവം നമ്മുടെ ദൈവമല്ലേ? ഈ ദൈവം നിൻ്റെ ദൈവമല്ലേ? ഈ 25 ലക്ഷം ജനത്തിന് ഇത് കൊടുക്കാൻ കഴിയുമെങ്കിൽ, 25 ലക്ഷം ജനത്തിന് കാടപ്പക്ഷി, നമുക്കറിയാം, നമ്മൾ കാട വീട്ടിൽ വാങ്ങിക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ കാട വാങ്ങിച്ചാൽ ഞാൻ 2-3 എണ്ണമൊക്കെ വറുത്തത് തിന്നും. 2-3 കാടയെങ്കിലും ഞാൻ തിന്നും. പ്രൈസ് ഗോഡ്. അപ്പം നോക്കൂ, ഒരാളൊരു 4-5 കാട വെച്ചെങ്കിലും തിന്നു കാണും. അങ്ങനെയാണെങ്കിൽ 25 ലക്ഷം ജനം എത്ര കാടയെ കഴിച്ച് കാണും? കോടിക്കണക്കിന് ദൈവം ഇറക്കി നിർത്തി കൊടുത്തു. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ പ്രൊവിഷൻ, ദ മിറാക്കുലസ് പ്രൊവിഷൻ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഇതൊരു കഥയല്ല ഞാനീ പറയുന്നത്. ഞങ്ങളീ പറയുന്ന ഒരു കഥയല്ല ഇത് ചരിത്രത്തിൽ സംഭവിച്ച ഒരു ചരിത്ര സംഭവമാണിത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ 25 ലക്ഷമെങ്കിലും ജനത്തിന് ആവശ്യമുള്ള കാടയും സ്വർഗീയ മന്ന അവർക്ക് കൊടുത്തു. ഇന്ന് നമുക്ക് അതിൻ്റെ പ്രത്യേകത നോക്കാം. നമുക്ക് അതിൻ്റെ 16 എക്സോഡസ് 16:31 വായിക്കാം. ഇസ്രായേല്യർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പാലരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത രുചിയുമുള്ളതുമായിരുന്നു. പിന്നെ മോശ, യഹോവ കൽപ്പിക്കുന്ന കാര്യമാവിത്: ഞാൻ നിങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മരുഭൂമിയിൽ ഭക്ഷിപ്പാൻ തന്ന ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിന് സൂക്ഷിച്ചു വെപ്പാൻ അതിൽ നിന്ന് ഒരിടങ്ങഴി നിറച്ചെടുക്കണം എന്ന് പറഞ്ഞു. അഹരോനോട് മോശ, ഒരു പാത്രമെടുത്ത് അതിൽ ഒരിടങ്ങഴി മന്നയിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിപ്പാൻ. അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? ഇസ്രായേലിൽ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥത്തുള്ളൂ, വാട്ട് ഈസ് ദിസ്? ഇതെന്നാ? അത് മന്ന. അവർ ചോദിച്ച ഇതാണ്, വാട്ട് ഈസ് ദിസ്? രാവിലെ നോക്കിയപ്പോൾ ഇങ്ങനൊരു സാധനം കിടക്കുന്നു. ഒന്നുകൂടെ ഭാഗം വായിച്ചു. ഇസ്രായേലിൽ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പാലരി പോലെയും. കൊത്തമ്പാലരി എന്താണ്? കൊറിയാൻഡർ സീഡ്, മല്ലി, നമ്മുടെ വീട്ടിലെ മല്ലി. എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ഈ മെസ്സേജ് ഉണ്ടാക്കി ഞാനൊന്ന് ശരിക്കും ചിന്തിച്ചത് എന്ന് വെച്ചാൽ, മല്ലി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു കൊച്ചരി, ചെറിയ അരി ചോറ് വെച്ചാൽ മല്ലിയുടെ കൊച്ചരി, ഞാൻ പറഞ്ഞ ചെറിയ അരി, മല്ലിയുടെ ഒക്കെ അത്രയുള്ള ചിന്തിച്ചോ. എന്നുവെച്ചാൽ മല്ലിയുടെ അത്രയുള്ള വെളുത്ത ചോറ് പോലുള്ളൊരു സാധനം ഇങ്ങനെ കിടക്കുക, നിരന്ന് കിടക്കുക. ഇങ്ങനെ നിങ്ങൾക്കൊന്നും, എനിക്ക് പോലും ഇമാജിൻ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. 25 ലക്ഷം ജനത്തിന് അതെന്ന് പറയുമ്പോൾ ഇത് എന്തോരം കിടക്കുന്നത്. പ്രൈസ് ഗോഡ്.
എന്നെ അതിൻ്റെ വായിച്ചോ, അതിൻ്റെ വെള്ള നിറമുള്ളതും ആ. തേൻ കൂട്ടിയ വെള്ള ദോശയോടൊത്ത നിറം, അതിന് വെള്ള നിറമാണ്, അത് മല്ലി പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ തേൻ കൂട്ടിയ തേൻ കൂട്ടിയ ദോശയോടൊത്ത രുചിയുള്ളതുമായിരുന്നു. വേഫേഴ്സ് മിക്സ്ഡ് വിത്ത് ഹണി എന്ന ഇംഗ്ലീഷിലെ വേഫേഴ്സ് മിക്സ്ഡ് വിത്ത് ഹണി എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. വേഫേഴ്സ് തന്നെ ഭയങ്കര ടേസ്റ്റാണ് അല്ലേ. പിന്നെ മിക്സ്ഡ് വിത്ത് ഹണി, തേൻ കൂട്ടിയ ദോശ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇവർ പിറുപിറുക്കുമ്പോഴും ലോകത്തിൽ ഇന്ന് ഒരു 5 സ്റ്റാർ ഹോട്ടലിലും ഒരു രാജ്യത്ത് പോയാലും ഒരു 5 സ്റ്റാർ ഹോട്ടലിലും കിട്ടാത്ത ഏറ്റവും ശ്രേഷ്ഠകരമായ ഏറ്റവും ഡിലിഷ്യസ് ആയ, ഏറ്റവും ആവശ്യമുള്ള എല്ലാ വൈറ്റമിൻസും പ്രോട്ടീൻസും എല്ലാമുള്ള ഒരു ആഹാരം അവർക്ക് കൊടുത്തു. ഈ കാടപ്പക്ഷി ഇവർ വല്ലതും വളർത്തിയതാണോ? ഈ മന്ന ഇവർ വല്ലതും കൃഷി ചെയ്ത് കിട്ടിയ വല്ല സീഡാണോ? ഒന്നുമല്ല. ഇറ്റ് വാസ് എ മിറാക്കുലസ് പ്രൊവിഷൻ ഓഫ് ഗോഡ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്ക് നോക്കാം എക്സോഡസ് 16:35. കുടിപ്പാർപ്പുള്ള ദേശത്ത് എത്തുവോളം ഇസ്രായേൽ മക്കൾ 40 സംവത്സരം മന്ന ഭക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, ഇത് 2-3 ദിവസം കൊണ്ടല്ല, 40 ഇയേഴ്സ്, 40 വർഷം ഈ മന്ന ഈ 25 ലക്ഷത്തിൽ പരം ജനത്തിന് എല്ലാ ദിവസവും രാവിലെ ഇടങ്ങഴി വീതം, സാബത്തിൻ്റെ തലേ ദിവസം 2 ഇടങ്ങഴി. കാരണം സാബത്ത് ദിവസം ഇത് പോകാൻ പറ്റത്തില്ല, സാബത്ത് ദിവസം അത് വീഴത്തില്ല. പ്രൈസ് ഗോഡ്. അപ്പോൾ അങ്ങനെ 40 വർഷം, 40 ഇയേഴ്സ് ഇവർക്ക് ആവശ്യമുള്ള ഈ മന്നായും ഈ കാടപ്പക്ഷിയും എന്ന് വെച്ചാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ആഹാരമായ കാടയിറച്ചിയും സ്വർഗീയ മന്നായും 40 വർഷവും ഇവർക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു. ഇറ്റ് വാസ് എ സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻ. ഹല്ലേലൂയ. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ദൈവം ഇന്നും അത്ഭുതം ചെയ്യുമോ? ദൈവങ്ങളെ ചെയ്യും. കാരണം വിശുദ്ധ ബൈബിൾ പറയുന്നത് ഗാഡ് ഈസ് എ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. പുതിയൊരു കർത്താവ് ചെയ്തില്ലേ? 5 അപ്പോൾ 2 മീനും കൊണ്ട് 5000 ആണുങ്ങളെയും അത്രത്തോളം ഏകദേശം പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെല്ലാമായിട്ട് നല്ലൊരു കൂട്ടം ആളുകളെ കർത്താവ് പോറ്റിയില്ലേ? അപ്പം ഈ പുതിയ നിയമത്തിലും അത് സംഭവിക്കും എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ് ആ സംഭവത്തിലൂടെ. ഹല്ലേലൂയ. അപ്പം നിങ്ങളൊരു പക്ഷേ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പാസ്റ്റർ രാവിലെ ഞാൻ എഴുന്നേറ്റ് മേളിലോട്ട് നോക്കിയിരുന്നാൽ മതിയോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തെ വിശ്വസ്തമായിട്ട് സേവിക്കാൻ ഇറങ്ങിയതാണെങ്കിൽ, പ്രൈസ് ഗോഡ്, നിങ്ങൾക്ക് ദൈവം ഒരു നല്ല ജോലി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മിനിസ്റ്റർ ചെയ്യുന്നവരായിരിക്കാം. എനിവേ, നിങ്ങൾക്കാവശ്യമായ ആഹാരം, ശ്രേഷ്ഠകരമായ ആഹാരം. ഞാൻ എൻ്റെ ഒരു സംഭവം പറയുകയാണെങ്കിൽ, ഞാൻ മിനിസ്ട്രിക്ക് ഇറങ്ങിയ സമയത്ത് 92 ആദ്യം കൊല്ലത്തുള്ള പുത്തൻതുറ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഞാൻ പ്രവർത്തിച്ചു. അതൊരു ഫിഷർമെൻ്റെ ഒരു സ്ഥലമാണ്. ഞാനവിടെ താമസിക്കുമ്പോൾ എനിക്ക് സീ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ വിശ്വാസത്തിൽ വന്ന പല ആളുകളും സ്വന്തമായിട്ട് ബോട്ടുള്ളവരും വള്ളമുള്ളവരും ഒക്കെയാണ്. അവരെനിക്ക് ഏറ്റവും ഫ്രഷ് അന്ന് പിടിച്ച ബോട്ടിന് അന്ന് പിടിച്ച, അല്ലെങ്കിൽ വള്ളത്തിൽ നിന്ന് അന്ന് പിടിച്ച ഏറ്റവും ഫ്രഷായ മീൻ, മത്സ്യം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മത്സ്യങ്ങളൊക്കെ, പ്രൈസ് ഗോഡ്, അവർ കൊണ്ട് തരുമായിരുന്നു. അവർ ബോട്ടിൽ വെച്ച കറി എനിക്ക് കൊണ്ട് തരുമായിരുന്നു. ഫ്രഷ്, ഭയങ്കര ഫ്രഷ് മീനാണ്, കൊഞ്ച്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഓരോ സ്ഥലത്തും ദൈവത്തിലേക്ക് എവിടെല്ലാം പോയിട്ടുണ്ടോ, എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ദൈവത്തിൻ്റെ ഈ ഇസ്രായേൽ മക്കൾക്കുള്ളതുപോലെ ഒരു മിറാക്കുലസ് പ്രൊവിഷൻ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നും ഞാനത് കാണുന്നുണ്ട്, ഇന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ തലകുത്തി ഒന്നും നിൽക്കണ്ട, ദൈവത്തെ അങ്ങ് വിശ്വസിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം സ്വർഗത്തിൻ്റെ കലവറ തുറക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ ഞാൻ സേവിക്കുന്നത് എന്ന് വിശ്വസിച്ചാൽ മതി. ആമേൻ. അങ്ങനെ വിശ്വസിച്ചാൽ ഈ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് മത്തായി 6:25-31 വായിക്കാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. കർത്താവ് പറയുകയാണ്. എന്താണ്? കാരണം പുതിയ നിയമസഭയോട് പറയുകയാണ്, നിങ്ങൾ എന്ത് തിന്നും എന്തു കുടിക്കും എന്തുടുക്കും നിങ്ങളെന്ന് വിചാരപ്പെടരുത്. നിങ്ങളുടെ മനസ്സിൽ പോലും ആ വിചാരം വരരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല,
കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? കർത്താവ് ഒരു അനാലജി പറയുക, ഒരു സാദൃശ്യം പറയുക. എന്താണ്? നിങ്ങൾ ആകാശത്തിലോട്ടൊന്ന് നോക്കിയേ. നിങ്ങൾ പക്ഷികളെ കാണുന്നില്ലേ? ഈ പക്ഷികൾ ആരെങ്കിലും ഈ മനുഷ്യരെ പോലെ നിരാശപ്പെട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? അയ്യോ, ഇന്ന് രാവിലെ ഒന്നും കിട്ടിയില്ല, കഴിക്കാൻ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്നുണ്ടോ? ഇല്ല. പ്രൈസ് ഗോഡ്. അപ്പോൾ ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. എങ്കിലും സ്വർഗസ്ഥനായ ദൈവം അതിനെ പുലർത്തുന്നു. ആര്? സ്വർഗസ്ഥനായ ദൈവം. അപ്പം ദൈവം അതിനെ പുലർത്തുന്നത്. നിങ്ങൾ അതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നതും എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. അവിടെ എന്താ പറയുന്നത്? നിങ്ങൾ ഈ ആകാശത്തിലെ പറവയെ നോക്കി ഒന്ന് പഠിക്കേ, വയലിലെ താമരയൊന്ന് നോക്കി പഠിക്കുക. ഈ താമര വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടാൽ ഈ സോളമൻ രാജാവ് പോലും തൻ്റെ എല്ലാ സർവ്വവേഷാഭൂഷാദികളോടുകൂടെ വന്നാലും അതിനോളം ചമഞ്ഞിരുന്നില്ലെന്നാണ് പറയുന്നത്. അത്രയും മനോഹരതയൊന്നും സോളമൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന വയലിലെ പുല്ലിനെ, അവിടെ താമര പുല്ലെന്ന് കർത്താവ് പറയുന്നത്, പുല്ലിനെ ദൈവം ഇങ്ങനെ അണിയിച്ചൊരുക്കുമെങ്കിൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യ, നിന്നെ എത്ര അധികം. ആകൽ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും. ഞാൻ ഒന്നുകൂടെ ആഡ് ചെയ്യുക, എവിടെ പാർക്കുമെന്നും നീ ചിന്തിക്കരുത്. ഇതൊക്കെ ജാതികൾ ചിന്തിക്കുന്നത്. അടുത്ത വായിച്ചോ. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. അതാണ് കാര്യം. സ്വർഗസ്ഥനായ ദൈവം ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം. അയ്യോ, ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യം നമ്മൾ ചെയ്യുന്നില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ പോലും അവരുടെ ആവശ്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ലേ? പ്രൈസ് ഗോഡ്. അപ്പോൾ നിങ്ങൾക്കിത് ആവശ്യമെന്ന് സ്വർഗത്തിലെ ദൈവം അറിയുന്നു. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം അറിഞ്ഞിട്ടല്ലേ അവർ പെറുപിടുത്തപ്പെടുന്ന ദൈവം കൊടുത്തല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവം അറിയുന്നു. പക്ഷേ അത് നമ്മളിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണമെന്നൂടെ അവിടെ പറയുന്നുണ്ട്. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. മുൻപേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഈ വാക്യം വിശ്വസിപ്പാൻ കഴിയുമോ? യേശു മിശിഹ പറഞ്ഞ വാക്യമല്ലേ ഇത്? കർത്താവ് യേശു പറയുകയാണ്, നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും വിചാരപ്പെടണ്ട, ഭാരപ്പെടണ്ട. നിൻ്റെ ആഹാരം, നിൻ്റെ വസ്ത്രം, നിനക്ക് കുടിക്കാനുള്ളത്, കഴിക്കാനുള്ളത്, നിനക്ക് കൊടുക്കാനുള്ളത്, നിനക്ക് എവിടെ താമസിക്കും, നിൻ്റെ തലമുറയുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, അവരുടെ മുന്നോട്ടുള്ള കാര്യങ്ങളെ, അവർക്ക് വെളിയിലേക്ക് പോകേണ്ട വിസയുടെ കാര്യങ്ങളെ, വീടിൻ്റെ പണിയെ, എല്ലാ കാര്യത്തിലും കർത്താവ് പറയുന്നതാണ്, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവ് അറിയുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടണ്ട. പക്ഷെ ഒറ്റ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. എന്താണ്? നിങ്ങൾ മുൻപേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അവിടെ പറയുന്നതാണ് കാര്യം. നിങ്ങളുടെ ജീവിതത്തിൽ ഇസ്രായേൽ മക്കളെ 40 വർഷം മിറാക്കുലസ്ലി, അത്ഭുതകരമായിട്ട് 25 പരം ലക്ഷം ജനത്തിന് എല്ലാ ദിവസവും ഇടങ്ങഴി സ്വർഗീയ മന്നായും ആവശ്യത്തിന് കാടപ്പക്ഷിയും ഒക്കെ കൊടുത്തവരെ മാനിച്ചുവെങ്കിൽ, പ്രൈസ് ഗോഡ്, ആ പഴയ നിയമസഭയേക്കാൾ എത്രയോ ശ്രേഷ്ഠരാ ദൈവമക്കളെ നമ്മൾ. പ്രൈസ് ഗോഡ്. കാരണം യേശുക്രിസ്തു ലോകത്തിലേക്ക് വരുന്നതിന് മുൻപുള്ള ജനമാണ് അവർ. പക്ഷെ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണത്താൽ, യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട പ്രഷ്യസ് ആണ് നമ്മൾ. വി ആർ സോ പ്രഷ്യസ് ദാൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ് പീപ്പിൾ. അത്രയും വിലയേറിയവരാണ് നമ്മൾ. നമ്മുടെ വില യേശുവിൻ്റെ ബ്ലഡാണ്. പഴയ നിയമത്തിൽ അവരെ കുഞ്ഞാട്, അവിടെ മിസ്രൈമിൽ കുഞ്ഞാടിനെ അറുത്തു, കട്ടളക്കാൽമേലും കുറുമടിയിലൊക്കെ, അത് കുഞ്ഞാടാണ്. ആ കുഞ്ഞാട് യേശുവിനെ കാണിക്കുന്നത്. പക്ഷേ പുതിയ നിയമത്തിൽ ഒരു കുഞ്ഞാടല്ല, സാക്ഷാൽ ദൈവപുത്രൻ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. ആ യേശു നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. യേശു നമുക്ക് വേണ്ടി മരിച്ചു. യേശുവിൻ്റെ രക്തം മുഴുവൻ ഭൂമിയിലേക്ക് ഊറ്റിത്തന്നു നമുക്ക് വേണ്ടി. ആ യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ് നമ്മളും നിങ്ങളെല്ലാവരും. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ചോദിക്കുന്നത്, പിന്നെ നമ്മൾ റോമാലേഖനം അതിൻ്റെ 8:32 നമ്മൾ വായിക്കുന്നത് എന്താണ്? ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ എന്ന ചോദ്യമാണ് അവിടെ ദൈവം ചോദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്.
അതുകൊണ്ട് തീർച്ചയായിട്ടും ഇസ്രായേൽ മക്കൾക്ക് ഇത്ര മിറാക്കുലസ്ലി അവർക്ക് 40 വർഷം ദൈവത്തിന് അവരുടെ ഭൗതികമായ ആവശ്യങ്ങൾ, അവരുടെ ആഹാരം, അവരുടെ വെള്ളം, അവരുടെ വസ്ത്രം, ഇതൊക്കെ കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ ആ ദൈവം തന്നെയാണ് എൻ്റെയും നിങ്ങളുടെയും ദൈവം, നമ്മുടെയും നിങ്ങളുടെ ദൈവം. സോ നമുക്ക് വിശ്വസിക്കാം. സോ അതുകൊണ്ട് നിങ്ങൾ എവിടെയാണോ ആയിരിക്കുന്നത്, ടെലിവിഷന് മുമ്പിലാണോ, കമ്പ്യൂട്ടറിന് മുമ്പിലാണോ, അതോ മൊബൈലിന് മുമ്പിലാണോ, എവിടെയാണെങ്കിലും, ഏത് രാജ്യത്താണെങ്കിലും ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് അല്പനേരം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാൻ പോകണം. ആ സമയത്ത് നിങ്ങൾ എവിടെ ആയിരുന്നാലും നിങ്ങൾക്ക് അല്പനേരം ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പല ഇല്ലായ്മകളെ ഓർത്ത്, പല പ്രയാസങ്ങളെ ഓർത്ത്, പല ശൂന്യതകളെ ഓർത്ത് പിറുപിറുക്കുകയല്ല. ആ ശൂന്യതയിലും ആ പ്രയാസത്തിലും ആ ഇല്ലായ്മയിലും കർത്താവേ ലോർഡ്, ഐ റിയലി പ്രൈസ് ഗോഡ്, ഐ മാഗ്നിഫൈ യുവർ നെയിം, ഐ ഗ്ലോറിഫൈ യുവർ നെയിം എന്ന് പറയുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നിങ്ങൾ ദൈവത്തിൻ്റെ നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തിത്തരും. പക്ഷേ ദൈവത്തിൻ്റെ മഹത്വം കൂടെ നിങ്ങൾ കാണും എൻ്റെ കൂടെ. ഹല്ലേലൂയ. ഞാൻ ആദ്യം പ്രാരംഭം ഞാൻ പ്രാർത്ഥിച്ച് ഇന്നാരൊക്കെയാണോ ഒന്ന് പ്രയാസത്തിലായിരിക്കുന്നത്, നാളുകളായിട്ടും നിങ്ങൾ ഇങ്ങനെ ചില ഭാരത്തിലിരിക്കും, കർത്താവേ ഒത്തിരി അത്ഭുതങ്ങൾ പലരുടെയും ലൈഫിൽ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ എൻ്റെ ലൈഫിൽ ഒരു അത്ഭുതം നടക്കുന്നില്ലല്ലോ കർത്താവേ എന്ന് ഭാരപ്പെടുന്ന പലരും ഞങ്ങൾ കേൾക്കുന്നുണ്ട്. എക്സ്പെക്റ്റ് എ മിറക്കിൾ. നിങ്ങളുടെ ജീവിതത്തിൽ യു എക്സ്പെക്റ്റ് എ മൈറ്റി മിറക്കിൾ ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അത്ഭുതകരമായ, ഏറ്റവും ശക്തമായ ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് അല്പം ദൈവത്തെ സ്തുതിക്കാം. സ്തുതിച്ച് ആരാധന നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഫാദർ ഗോഡ്, വി പ്രൈസ് യുവർ ഹോളി നെയിം ഫാദർ. വി ബ്ലെസ് യു മാസ്റ്റർ. വി പ്രൈസ് യു ലോർഡ്. വി പ്രൈസ് യു ജീസസ്. വി പ്രൈസ് യു ഫാദർ. We praise you Lord Jesus Christ. We praise you Holy Spirit. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, പരിശുദ്ധ പിതാവേ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, കർത്താവ് യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവേ, നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങേ വാഴ്ത്തുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിച്ച പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ ഇന്ന് രാത്രിയിൽ കർത്താവേ ഈ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ അങ്ങയുടെ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥന കർത്താവേ, അവരുടെ ജീവിതത്തിൽ എവിടെയാണോ ശൂന്യത, എവിടെയാണോ ഇല്ലായ്മ, എവിടെയാണോ പ്രയാസമുള്ളത് കർത്താവേ, അവിടേക്ക് കർത്താവേ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി സ്വർഗം തുറന്നതുപോലെ, സ്വർഗത്തിന്റെ കലവറ തുറന്നതുപോലെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിലെ കർത്താവേ അവരുടെ ശൂന്യതകളിലേക്ക് നിങ്ങൾ യേശുവിൻ നാമത്തിലെ നന്മകളെ വിളിച്ചു വരുത്തുന്ന കർത്താവേ, നന്മകളെ യേശുവിൻ നാമത്തിൽ വിളിച്ചു വരുത്തുന്നു, നന്മകളെ യേശുവിൻ നാമത്തിൽ വിളിച്ചു വരുത്തുന്നു, നന്മകളെ യേശുവിൻ നാമത്തിൽ വിളിച്ചു വരുത്തുന്ന കർത്താവേ, അവിടെ ശൂന്യത യേശുവിന്റെ ബ്ലെസ്സിംഗ് കൊണ്ട്, യേശുവിന്റെ നന്മ കൊണ്ട് സ്വർഗീയ കലവറ തുറക്കപ്പെടുവാൻ കർത്താവേ, അവിടെ നിറയുവാൻ, അവിടെ നിറവുണ്ടാകുവാൻ യേശുവിൻ നാമത്തിൽ പിതാവേ പ്രാർത്ഥിക്കവേ. ഏത് ഭാരപ്പെടുന്ന വിഷയത്തിലായാലും ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ ഒരു വിടുതൽ, ഒരു മോചനം, ഒരു നിറവ്, ഒരു നന്മ, ഒരു കർത്താവ്, ഒരു അനുഗ്രഹം യേശുവിൻ നാമത്തിൽ അവരിലേക്ക് കർത്താവേ അവരുടെ ഉണ്ടാകുവാൻ യേശുവിൻ നാമത്തിൽ പിതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിൻ നാമത്തിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. വരുന്ന ദിനങ്ങളിൽ കർത്താവേ അത്ഭുതത്തിന്റെ സാക്ഷികൾ കേൾക്കുവാൻ തക്കണം. കർത്താവിന് ശക്തിയുള്ള കരം അതിശക്തിയോടെ അങ്ങയുടെ മക്കളുടെ മേൽ വെളിപ്പെടേണ്ടതിനെ പിതാവേ പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തിന് മഹത്വം കരേറ്റുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നമുക്ക് മറ്റു ചില വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്കറിയാം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലെ ഒരു ഇല്ലായ്മ കണ്ടപ്പോൾ അതൊരു പരീക്ഷയായിരുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു വലിയ നന്മയ്ക്ക് മുൻപ് ഒരു താഴ്ത്തി പരീക്ഷ ഉണ്ടാകും. അങ്ങനെയുള്ള പരീക്ഷകളിൽ പിറുപിറുക്കാതെ ആ ഒരു പരീക്ഷകളും ദൈവത്തെ സ്തുതിച്ച് ദൈവമായിട്ട് നല്ല ബന്ധത്തിൽ പോകേണ്ടതിനായിട്ട് ദൈവകൃപ നമുക്കുണ്ടാകട്ടെ. നമുക്ക് ആയിട്ട് പ്രാർത്ഥിക്കാം. നിതിൻ ബ്രദർ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നപ്പോൾ നന്ദിയോടെ ആരാധിക്കുന്ന കർത്താവെ, ആദിയിൽ വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നു കർത്താവെ. അവൻ്റെ കൈകൾ കെട്ടപ്പെട്ടിട്ടില്ല കർത്താവെ, ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നു കർത്താവെ. ആ അത്ഭുതങ്ങൾ ഇന്ന് രാത്രികാലം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടതിനായി കർത്താവ് വചനത്തിൽ കർത്താവ് ശക്തമായി അങ്ങയുടെ പരിശുദ്ധാത്മാവ് രാത്രികാലം ഞങ്ങളുടെ ഹൃദയങ്ങളെ തൊട്ടതിനായി കർത്താവെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ഇന്ന് ആരെങ്കിലും കർത്താവെ വിഷമങ്ങളാൽ ദുഃഖങ്ങളാൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവെ, ആ ഭാരത്തിലും കർത്താവെ ദുഃഖത്തിലും ഒരിക്കലും ആ യേശുവിനെ കർത്താവ് മറത്തു പറയാതെ കർത്താവ് പുറപുറക്കാതെ കർത്താവെ ആ യേശുവിൽ മാത്രം ആശ്രയിക്കുവാൻ അപ്പാ ഈ സമയം ഞങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ യേശുവിൽ മാത്രം കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന നന്മകൾ കർത്താവെ ഈ ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നതിനായി കർത്താവെ ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവെ. ഇസ്രായേൽ മക്കൾ കർത്താവെ അവരുടെ കണ്ണുകൊണ്ട് കണ്ടതുപോലെ കർത്താവെ ഈ ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങൾ വിഷമിക്കുന്ന കർത്താവെ ദുഃഖിക്കുന്ന പല കർത്താവെ ഏരിയയിൽ മേൽ കർത്താവെ അത് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കർത്താവെ കാണുന്ന രീതിയിൽ വലിയ അത്ഭുതങ്ങൾ കർത്താവെ ഞങ്ങളുടെ മേൽ കർത്താവെ ചൊരിയുന്നതിനായി കർത്താവെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. അത് ഈ ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങളുടെ നാവിലൂടെ കർത്താവെ സാക്ഷ്യത്തിലൂടെ വിളിച്ചു പറയുവാൻ ഞങ്ങളുടെ നാവുകളെ ഈ ദിവസങ്ങളിൽ ബലപ്പെടുത്തുന്നതിനായി കർത്താവെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ അപ്പാ, ആമേൻ. മത്തായി 6:33 പറയുന്നു, മുൻപേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾ ലഭിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ ഒരു കണ്ടീഷനുണ്ട്. എന്താണ്?
പഴയ നിയമത്തിലും അതുണ്ട്. എന്താ പറയുക, നിങ്ങൾ എൻ്റെ വചനം ശ്രദ്ധയോടെ കേട്ട് ഞാൻ കൽപ്പിക്കുന്നതൊക്കെ അനുസരിച്ചാൽ ഈ നന്മകൾ നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ പുതിയ നിയമത്തിലും കർത്താവ് പറയുന്നതാണ്, മുൻപേ ദൈവത്തിന് വെച്ചാൽ നിങ്ങളുടെ പ്രയോറിറ്റി, നിങ്ങളുടെ മുൻഗണന ദൈവത്തിനും ദൈവരാജ്യത്തിനും ദൈവനീതിക്കും വേണ്ടിയാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ കർത്താവ് പറയുന്നു ഇതെല്ലാം നിങ്ങൾക്കുണ്ടാകും. സോ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസത്തിന് ശൂന്യത ഘട്ടത്തിലെ നമ്മൾ ദൈവനീതി വിട്ട് നമ്മുടെ നീതിയിലേക്ക് പോകാതിരിക്കാൻ, ദൈവനീതിയിൽ തന്നെ തുടരുവാൻ ഉള്ള കൃപ നമുക്കുണ്ടാകട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. വിശ്വസ്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നത് പോലെ മുന്നമേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും ലഭിക്കും എന്നവിടുത്തെ വചനമാണ്. കർത്താവേ, ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും പ്രയാസത്തിൽ, ഭാരത്തിൽ, നിരാശയിലൊക്കെയും ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് കേട്ട പ്രകാരം അവിടുത്തെ കൽപ്പനകളിലൂടെ നടക്കുവാൻ, അവിടുത്തെ വഴികളിൽ നടക്കുവാൻ, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ അങ്ങ് സഹായിക്കണമേ. ദൈവത്തിൻ്റെ സാധ്യതകളെ മനസ്സിലാക്കുവാൻ കർത്താവെ, എൻ്റെ എല്ലാ വിഷയത്തിലും ദൈവം കർത്താവെ പരിഹാരകനാണ് എന്ന് മനസ്സിലാക്കുവാൻ, ആ വചനത്തിൽ വിശ്വസിക്കുവാൻ, കർത്താവിൽ ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ ഈ ദിവസങ്ങളിൽ എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, അങ്ങനെ ഞങ്ങളെ കേൾക്കുന്നവർ ഈ വചനം അവരുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ, മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ അവരെ സഹായിക്കണമേ. കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുവാൻ സഹായിക്കണമേ. അവരുടെ സ്വന്തം ബുദ്ധിയിലല്ലപ്പാ കർത്താവ്, ഈ ഒരു തിരിച്ചറിവ് എല്ലാവർക്കും അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നവർ, ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോകുന്നവർ ഈ ദിവസങ്ങളിൽ ഈ വചനം ഏറ്റെടുത്ത് അതിൻ്റെ റിസൾട്ട് അവരുടെ ജീവിതത്തിൽ കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആവശ്യങ്ങളിലും അവരോട് കൂടി ഇരിക്കുന്നതിനായി സ്തോത്രം. അവരുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമ്മൾ മലാക്കി 3:10 വായിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ വചനം അനുസരിച്ചാൽ ഇന്ന് ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരികയോളം നിങ്ങൾക്ക് നന്മകൾ കൊണ്ട് നിറയ്ക്കും. പ്രൈസ് ഗോഡ്. കർത്താവ് യേശുവും പറഞ്ഞു, മർക്കോസിൻ്റെ സുവിശേഷം 10:29-30 വായിക്കുമ്പോൾ, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഈ ലോകത്തിൽ എന്ത് തന്നെ വിട്ടാലും, വിടുക എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി നിങ്ങൾ അതിന് കൊടുക്കാതെ, ഇപ്പം അപ്പൻ, അമ്മ, സഹോദരങ്ങളെ, ബിസിനസ്, നിലങ്ങൾ, ഇതിനേക്കാൾ ആദ്യം നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ ഈ ലോകത്തിൽ തന്നെ ഞാൻ എല്ലാം 100 മടങ്ങ് നിങ്ങൾക്ക് നൽകാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കർത്താവിൽ വിശ്വസിച്ചാൽ, കർത്താവ് പറയുന്നത് പോലെ കേൾക്കാൻ തയ്യാറായാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവനീതിക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടേണ്ടി വന്നാലും കർത്താവ് പറഞ്ഞു ഈ ലോകത്തിൽ തന്നെ അത് 100 മടങ്ങ് നൽകാം. നമുക്കത് വിശ്വസിക്കാം. നമ്മുടെ ലൈഫിൽ അത് സംഭവിക്കട്ടെ. നമുക്ക് അതിനുവേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഇതിന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ പ്രാർത്ഥന വിഷയത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം കേട്ട് അനുസരിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നത് പോലെ കർത്താവ്, ഈ ദിവസങ്ങളിൽ അങ്ങയുടെ വചനത്തിൽ നിലനിൽക്കുവാൻ, അങ്ങയുടെ വചനത്തിൽ കർത്താവെ അടിസ്ഥാനമിട്ട് ജീവിക്കുവാൻ, അങ്ങയുടെ വചനത്തിൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറി നിൽക്കാതെ കർത്താവെ അത് തന്നെ നിലനിൽക്കുവാൻ ഓരോരുത്തരെയും അപ്പം അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവെ അങ്ങിൽ മാത്രം ആശ്രയിക്കുവാൻ അപ്പാ നീ ഞങ്ങളെ സഹായിക്കണമേ. എത്ര വലിയ തിരമാലകളും കർത്താവെ, കാറ്റുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആടി ഉലയുമ്പോൾ കർത്താവെ അതിലൊന്നും ശ്രദ്ധിക്കാതെ കർത്താവെ ഞങ്ങളെ കർത്താവെ ഞങ്ങളുടെ യേശുവിനെ മാത്രം കർത്താവെ ആ യേശുവിൻ്റെ വചനത്തിൽ നിലനിൽക്കുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവെ ഇന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കേണ്ടതിനായി കർത്താവെ ഈ പരിശുദ്ധാത്മാവരെ ഹൃദയങ്ങളെ കർത്താവെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ആരെങ്കിലും കർത്താവ് പ്രശ്നത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ അത് ആ പ്രശ്നങ്ങളെല്ലാം വിട്ട് കർത്താവെ ആ യേശുവിൽ മാത്രം നോക്കുക, അങ്ങയുടെ വചനത്തിൽ നിലനിൽക്കുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങ് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനെ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ലോകമെമ്പാടും വലിയ പ്രതികൂലത്തിലൂടെ, പ്രയാസത്തിലൂടെ, സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ, തൊഴിലില്ലായ്മയിലൂടെ, ബിസിനസ് തകർച്ചയിലൂടെ, പഠനപരമായ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുന്നതൊക്കെ ഒത്തിരി ആളുകൾ നമുക്ക് കാണാം. പ്രൈസ് ഗോഡ്. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം നീട്ടും. തീർച്ചയായിട്ടും ആ ഒരു ദൈവത്തിൻ്റെ കരം നീട്ടി ഇതിന്മേൽ ഒരു സമാപ്തി ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വിഷയങ്ങളെ ഓർത്തുണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം. വീണ്ടും ഞങ്ങൾ തിരുസന്നിധിയോട് അടുത്ത് വരുന്നപ്പാ ദൈവമേ, അങ്ങ് ആരാധിപ്പാൻ, പ്രാർത്ഥിപ്പാൻ എല്ലാം അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. കർത്താവ് വചനത്തിൽ നിന്ന് പങ്കുവയ്ക്കുവാൻ ദേവദാസിനെ ശക്തമായ കരങ്ങളെടുത്ത് ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, മറ്റെല്ലാ ടീം മെമ്പേഴ്സിനെയും ഈ സമയം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഞങ്ങളെ ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഇന്ന് കേട്ട വചനം അവരുടെ ജീവിതത്തിൽ കർത്താവരെ ഏറ്റെടുക്കുവാൻ, അത് അവരുടെ ജീവിതത്തിൽ നന്മയും വിടുതലിനുമായി കാരണമായി തീരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങൾ വരും ദിവസങ്ങൾ കേൾക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാമ്പത്തികമായി തകർന്നവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ സമയത്ത് കർത്താവെ, രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടപ്പാ ദൈവമേ, അവിടുത്തെ അടിപ്പിണരുകളാൽ കർത്താവെ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സൗഖ്യം വന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ആർക്കും കർത്താവെ അനർത്ഥം വ്യസനത്തിന് കാരണമാകാതെ വണ്ണം ഇത്രത്തോളം അങ്ങ് കാത്തു പരിപാലിച്ചതിനായി സ്തോത്രം. ഇനിയും ജയോത്സവമായി എല്ലാ ദൈവജനത്തെ അങ്ങ് വഴി നടത്തുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, വ്യക്തിപരമായി ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നവർക്ക് വേണ്ടി
എല്ലാം ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കർത്താവെ, തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും എല്ലാ മേഖലകളിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരുടെ വിഷയങ്ങൾക്കും ഈ ദിവസങ്ങളിൽ അത്ഭുതകരമായ വിടുതലുകൾ സംഭവിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് കേട്ട വചനം പോലെ മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, എന്നാൽ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. അതുപോലെ കർത്താവ് ഞങ്ങളുടെ രാജ്യം കടന്നു പോകുന്ന ഈ പ്രത്യേക അവസ്ഥയിൽ ദൈവമേ ദിവസങ്ങളിൽ കർത്താവെ അങ്ങ് അത്ഭുതത്തിൻ്റെ കരം വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുവാൻ അവിടുത്തെ കരം ദേശത്തിന്മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം ഈ വൈറസ് കർത്താവെ മാറിപ്പോകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. മറ്റ് അജ്ഞാത രോഗങ്ങളോ മറ്റ് പകർച്ചവ്യാധികളോ ദുരന്തങ്ങളോ ഒന്നും കർത്താവെ ഞങ്ങളുടെ രാജ്യത്തുണ്ടാകാതിരിക്കാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ സൗഖ്യത്തിൻ്റെ കരം വെക്കുന്നതിനായി സ്തോത്രം. ദൈവമേ അതുപോലെ പോസ്റ്റ് കോവിഡിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇപ്പോൾ കൊറോണയിലായിരിക്കുന്നവരുണ്ട്, കർത്താവെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തോത്രം സ്തോത്രം. അതുപോലെ ഈ നവംബറിൽ സ്കൂളുകൾ തുറക്കുന്നു. ദൈവമേ അതുപോലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ദൈവിക പ്രൊട്ടക്ഷൻ അങ്ങ് നൽകണമേ കർത്താവെ. അതെല്ലാം കർത്താവ് നല്ല രീതിയിൽ കർത്താവ് ഗവൺമെൻറ് ചെയ്യുവാൻ ദൈവമേ വിദ്യാഭ്യാസ മേഖലയെ ഞങ്ങൾ ഈ സമയം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നല്ല തീരുമാനങ്ങൾ എടുക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്കൂൾ തുറക്കുന്ന മുഖാന്തരം കർത്താവെ കുഞ്ഞുങ്ങൾക്ക് ആർക്കും രോഗം പകരുവാനോ പടരുവാനോ ഒന്നും അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓൺലൈൻ വിദ്യാഭ്യാസം ഇപ്പോൾ എല്ലാവരും നന്നായി ചെയ്യുവാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ ഞങ്ങളുടെ അധികാരികളെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവർക്ക് വേണ്ടി ഞങ്ങൾ സ്വസ്ഥതയും സമാധാനമുള്ളൊരു ജീവിതം ദൈവമയോട് ലഭിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ മറ്റെല്ലാ കർത്താവ് ഗവൺമെൻറ് ഒഫീഷ്യൽസിനെയും മറ്റെല്ലാ അധികാരത്തിലിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹാലയിലെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങളുടെ കർത്താവെ കാർഷിക മേഖലയിലുള്ളവരെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രയാസങ്ങളിലെല്ലാം ഈ ദിവസങ്ങളിൽ ഒരു വഴി തുറക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടംപ്പെട്ടിരിക്കുന്ന അനേക വിഷയങ്ങളുണ്ടപ്പാ. അതെല്ലാം ദൈവസ്ഥനിൽ വീണ്ടും ഓർത്ത് പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമേ. പ്രാർത്ഥിപ്പാൻ വിട്ടുപോയിരിക്കുന്ന വിഷയങ്ങളെ കൂടി ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് രാത്രി ഞങ്ങൾ പിരിയുന്നു. പിരിയാത്ത സാന്നിധ്യം ഞങ്ങളോട് കൂടിയിരിക്കണമേ. എല്ലാവരെയും കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് ജയം തന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് എല്ലാവരും കാണുക. ഇതിൻ്റെ ലിങ്കുകളെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കൊക്കെ അയച്ചു കൊടുക്കുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു ആൻഡ് ഗുഡ് നൈറ്റ്.